അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ മുഴി ഞണ്ട് ഇന്നലെ എത്തിയതാണ്. ഞണ്ടീനെ അപ്പോഴേ മേടിച്ചു. മുഴിക്കും ഞണ്ടീനും കൂടി ഞാൻ കുറച്ച് മീനിൻ്റെ തന്നെ ഹാർട്ട് മേടിച്ചിട്ട് കൊടുത്തായിരുന്നു. ഇപ്പോൾ മുഴി കുറച്ചെണ്ണം കഴിച്ചിട്ട് അത് ചവിടെ ഇവിടെ ഇട്ടുകൊണ്ട് നെയ്യ് പൊന്തിയിട്ടുണ്ട്. വെള്ളം ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാണ് വന്നിരിക്കുന്നത്. ഇന്നൊന്നും ഞാൻ ഞണ്ടിനെ കാണിക്കുന്നില്ല. ഞണ്ട് ഇത്തിരി ഭീകരനാണ്. അവനെ ഒന്ന് ട്രെയിൻ ചെയ്ത് ഒന്ന് എടുത്തിട്ട് വേണം. കയ്യിലൊക്കെ കടിക്കാൻ വഞ്ഞു. ഇപ്പോൾ ചിക്കൻ ഹാർട്ടായാലും ഇട്ട് കൊടുത്തപ്പോൾ ചിക്കൻ ഹാർട്ടല്ല മീൻ ഹാർട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഒറ്റക്കടി എനിക്ക് കിട്ടിയതാണ്. നല്ല തൊലി പോയിട്ടുണ്ട്. ചോരയൊന്നും മണ്ണിൽ തൊലി മാത്രം പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മുഷീനെയും പിന്നെ നമ്മുടെ കറൂപ്പിനെയും കാണിച്ചു തരാം. മുഷി എത്ര വലിപ്പത്തി, കറൂപ്പ് എത്ര വലിപ്പത്തി, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഗപ്പികൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പോൾ പായൽ വിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഡൊക്ക്വീഡ് ആൻഡ് വാട്ടർ ക്യാബേജ് ഇത്രേ ഉള്ളൂ. സ്മോൾ വാട്ടർ ക്യാബേജ് ഉണ്ട്, ബിഗും ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഏത് വേണം അത് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം മുഴീനെയും കറുപ്പിനെയും. ആദ്യമേ പിടിച്ച് ബക്കറ്റ് മാറ്റണം. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ടാങ്കിൻ്റെ അവസ്ഥ കേട്ടോ. കിടക്കണം കറുപ്പൻ മുഴി. ഒരു കുഞ്ഞു മുഴി ഇവിടെയായിട്ട് കിടക്കണ്ടേ. പിന്നെ ഇപ്പുറത്തെ സൈഡ് വലിയ കറുപ്പ് ഏകദേശം സൈസ് വെച്ച് മുഴീനേക്കാൾ കേട്ടോ. മുഴി അധികം തീറ്റ എടുക്കാത്ത കൂട്ടത്തിലാണ്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത തീറ്റ കാണിച്ചു തരാം. ലിവർ കേട്ടോ. ഇപ്പം ഇപ്പം എനിക്ക് അധികം ഞാൻ മേടിച്ചില്ല കേട്ടോ. മൈക്ക് മേടിക്കുമ്പോൾ കുറച്ചും കൂടി സൗണ്ടിൽ ആയിരിക്കും വീഡിയോ ഇടുന്നത്. കണ്ടോ, നെയ്യ് ഫുൾ പൊന്തി കിടക്കണം. ഇതാണ് പറ്റിയത്. മീനിൻ്റെ നെയ്യാണ്, ഹാർട്ട്. ഇപ്പോൾ ഇത് ചെളി കൂടിയ പോലെയാണ് കേട്ടോ. ഞാൻ മീനിൻ്റെ ഹാർട്ടും പിന്നെ മീനും കാണിച്ചു തരാം. നമ്മൾ കൊഴുവയാണ് ഇട്ട് കൊടുത്തത് ഞണ്ടിന് മാത്രമായിട്ട്. പിന്നെ നമ്മുടെ മുഴുക്കിട്ട് കൊടുത്ത ഹാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹാർട്ടും മീനെയും കാണിച്ചു തരാം കേട്ടോ ബോയ്സ്. ബോയ്സ് ഇരിക്കുന്നു കേട്ടോ. ഇരിക്കുന്നു ഹാർട്ട്, ആ വൈറ്റ് കളറില്ല, അതാണ് കേട്ടോ ഹാർട്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഈ മുഴീനെയും കറുപ്പിനെയും എടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ സൈസൊക്കെ എത്രയായിരുന്നു. കറുപ്പ് കൈയുടെ അത്ര ആയിന്ന് തോന്നുന്നു. ഞാൻ തീറ്റിട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് കയറാൻ പോകണം കേട്ടോ. സോറി മറ്റേ മീനെ പിടിക്കാൻ നെറ്റ് എടുക്കാണ് കേട്ടോ. നെറ്റ് വീടിൻ്റെ അകത്താണ്. അപ്പോൾ നെറ്റ് അങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കറുപ്പിനെയൊക്കെ കറുപ്പ് അപ്പുറയാണ് കാണിയാണ്. ഇവിടെ 2 മുഴികൾ കേട്ടോ. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നറിയാം. ഇവിടെ 2 മുഴികൾ. അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ വൈസ്. ബക്കറ്റിലേക്ക് നട്ടിട്ടെ. അപ്പോൾ ഇപ്പോൾ കിടക്കുന്ന ഭീകരനാണ്. ആ ഹാർട്ടിൻ്റെ പീസിൻ്റെ അടുത്ത് കിടക്കുന്ന ഭീകരനാണ് വലിയ മുഴി. അതിൻ്റെ ഇപ്പുറം കിടക്കണയാണ് ചെറിയ മുഴി. കറുപ്പ് നല്ല നീളം വെച്ചിട്ടുണ്ട്. മുഴി അതൊക്കെ നല്ല നീളം വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്നപ്പോൾ ഉള്ള വലിയ മുഴിയുടെ സൈസാണ് ഇപ്പോൾ ആ കുഞ്ഞു മുഴി കേട്ടോ. നല്ല സെറ്റായിട്ട് അഗ്രസീവാണ്. അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കുക. എൻ്റെ കൈക്കിട്ട് കിട്ടിയതാണ്. അപ്പോൾ വലിയ മുഴി ഹാർട്ട് പീസും കണ്ട് വായ വെച്ചായിരുന്നു. തിന്നിപ്പിക്കാണ്ട് നമ്മൾ കോരി എടുത്തു കൊണ്ടു. അതുകൊണ്ടാണ് ഇത്ര ഹാർട്ട് പീസ് കിടക്കണം. അല്ലെങ്കിൽ കിടക്കില്ല കേട്ടോ. അത് തിന്നുകൊണ്ടിരിക്കുകയാണ് ഹാർട്ട് പീസ് കേട്ടോ. നല്ല കടിക്കണ സാധനം കേട്ടോ. കടി കിട്ടിക്കഴിഞ്ഞ് കണ്ട ഹാർട്ട് പീസ് തുപ്പിക്കളഞ്ഞു കേട്ടോ. ശ്വാസം എടുത്തു. അപ്പോൾ ടാങ്കിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. മെറ്റൽ വരെ നെയ്യാൽ മുഴുപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള 2 ഗപ്പികളിനെയും പിടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗപ്പീനെ പിടിച്ചിട്ടുണ്ട്. ഇനി ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ പോണത്. ഈ മീനുകളിനെ എല്ലാത്തിനെയും ഇറക്കി വിട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ പോണ. സാധാരണ അങ്ങനെയാണ്. ഇപ്പോൾ ഈ മുഴി എന്ന് പറഞ്ഞാൽ റെഡ് ടെയിൽ വന്ന ടൈപ്പ് മുഴിയാണ്. നാടൻമുഷിയുടെ തന്നെ റെഡ് ടെയിൽ വന്ന ടൈപ്പാണ്. മുള്ള് ഇത്തിരി കൂടുതലാണ് കേട്ടോ കുറവ്. പിന്നെ എനിക്ക് കിട്ടിയതാ മുള്ളിൻ്റെ കടി. പനി പിടിച്ച് വീട്ടിൽ 5-6 ദിവസം കിടന്നു. ഗപ്പികൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ചെരിഞ്ഞാണ് നീന്തുന്നത്. ഒന്ന് ടെയിലും ഉള്ളതും ഒന്ന് ഫീമെയിലും ആണ് കേട്ടോ. ഞാനും പ്രസവിച്ചാലോ ഒരേ ഇതാണ്, ബാച്ചാണ്. പ്രസവിച്ച് കുഞ്ഞുണ്ടായി നമുക്ക് നന്നായി. നമ്മുടെ കയ്യിൽ ഗപ്പിയില്ല ഇപ്പോൾ അത് ബ്രീഡാവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ നമുക്ക് ടാങ്കിലേക്ക് കിടക്കാം. ടാങ്ക് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ ഗൈസ്. ടാങ്ക് ക്ലീൻ ചെയ്യണ വീഡിയോ ഒന്നും കാണിക്കില്ല കേട്ടോ ഗൈസ്. മെറ്റലൊന്ന് വാരി കളഞ്ഞിട്ട് എടുത്തിട്ട് ബക്കറ്റിലിട്ട് കഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴുകി എടുത്തപ്പോഴേ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ് എല്ലാവരും ഇറക്കി വിട്ടിട്ടുണ്ട്. മുഴി ഇപ്പോൾ വെള്ള നിറയത് കണ്ടോ. വേറെ ടാങ്കി ഇരുന്നിട്ടാണ് വെള്ള നിറമായത്. കുഞ്ഞ് മുറുക്കിയ കുഴപ്പമില്ല. ഇനി ഈ വെള്ളമായിട്ട് പുതിയ വെള്ളമായിട്ടൊന്ന് ഇണങ്ങണം. എന്നാൽ ആ കളർ വ്യത്യാസം വരുള്ളൂ. ചെളിവെള്ളം മൂടിക്കിടക്കണേ. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ശരിയാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിക്കുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ശരി, എന്നാൽ നമ്മുടെ മിസ്റ്റർ അക്കോട്ടിക്കിൻ്റെ അടുത്തൊരു പാർട്ടുമായിട്ട് വീണ്ടും വരാം എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു.